അല്ല ചാച്ചോ, കഴിഞ്ഞ തവണ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് വെപ്പ് വെട്ടിലാണെന്ന് തോന്നല്ലേ? അല്ല എന്നിട്ട് ഇപ്പൊ ലണ്ടനിൽ എപ്പോഴും വെപ്പ് കൊണ്ട് വെച്ചല്ലേ പോലും. ഞാൻ കാര്യം മുഹമ്മദ് പ്ലെയിനായി കയറിയുള്ളതും എല്ലാവർക്കും പല്ലുണ്ട്. പ്ലെയിനായിട്ട് പോകാനൊന്നും പല്ലുണ്ട്. എനിക്ക് പല്ലുള്ള സാരമില്ല. അപ്പം ഇത് കയ്യിലുണ്ട് സാധനം. അയ്യാണ് വെച്ചാക്കാൻ എനിക്ക് പല്ല് വെച്ചു. പല്ല് വെച്ച് എനിക്ക് മനസ്സിലാക്കാം പൊക്കാനും വരിക. ഞാനീ പല്ല് വെച്ചതിന്റെ പ്ലെയിനുണ്ടോ നിൽക്കുന്നത്? പ്ലെയിൻ വിട്ടടിച്ച് പോലെയല്ലേ. അപ്പൊ ഏതാണ്ട് നടന്ന് ഇറങ്ങാൻ ഇറ്റലിയുടെ മുകളിൽ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റില്ല. ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ എന്താ പ്ലെയിനെ ഛർദ്ദിക്കാനൊപ്പോ ബാത്റൂം മാതാക്കൊണ്ട് വെച്ചപ്പോ ഏതാണെന്ന് പറഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഉടനെ ഞാൻ എന്ത് തീരുമാനിച്ചു? ഞാൻ ഒരു സൈഡിലായിരുന്നത് ട്രെയിനിന്റെ ജനലിന്റെ വാതിൽ ഇറങ്ങി പറഞ്ഞു. അത് പല വീട് ഇറ്റലി പോയി വീട് ഇവിടെ വന്നപ്പോ പല്ലില്ല. അപ്പൊ മോടി വെച്ചിട്ട് പല്ല് അമ്പടി ഞാൻ ഛർദ്ദിച്ചു ഇറ്റലി പോയി എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറയുന്നത് പേപ്പർ വെച്ച് കൊടുക്കാം. പല്ല് കണ്ടവരുണ്ടോ? അങ്ങനെ വെച്ച കിട്ടും ഇറ്റലി എന്നൊരു പേപ്പർ പല്ല് കിട്ടിയിട്ടുണ്ട്. അടയാള സഹിതം പറഞ്ഞാൽ അതുകൊണ്ട് അടുത്ത ഞായറെടുക്കാൻ പോകുമ്പോൾ ഇറ്റലി പല്ലും അടയാളം ഉള്ളത് ഒന്നരാമ പിന്നെ അച്ഛൻ്റെ നാടൻപാട്ട് വലിയ ഫേമസ് ആണ്. കുട്ടനാടിൻ്റെ പാട്ടൊക്കെ നമ്മുടെ ഈ കള്ളിഷാപ്പ് ചെയ്ത് നമ്മുടെ ഈ ലൈവ് ഷോ നടത്തുന്നതിൻ്റെ മുഖ്യ ആകർഷണം തന്നെ ഈ ഷാപ്പുകളിൽ നടക്കുന്ന നാടൻപാട്ടുകൾ. അപ്പൊ അത് പ്രത്യേകിച്ച് പഴമക്കാരൻ്റെ ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു കുട്ടനാടിൻ്റെ നാടൻപാട്ടുകൾ പാട്ട് പിടിക്കുന്നില്ല. നേരം പോയി എല്ലാരും പോയല്ലോ. കിളിയേ കിളിയേ രക്കം രക്കം വരുന്നേ വരുന്നു. കിളിയേ കിളിയേ രക്കം വരുന്നേ. നേരം പോയി എല്ലാരും പോയല്ലോ. നമ്മൾ വൈകും വയലാം നമ്മുടെ ഭാഗം വൈകിയേ. കിളിയേ കിളിയേ രക്കം രക്കം വരുന്നേ. എങ്ങാണ്ടിന്നൊരു കുഞ്ഞി കാറ്റോടി വരുന്നു. നമ്മൾ വൈകും വയലെല്ലാം നമ്മുടെ ഭാഗം വൈകിയേ. വൈകും എന്താളുമ്പോൾ എന്തു കിട്ടുന്നു വൈകിട്ടേ. മണിയെല്ലാം കപ്പാലത്തിൽ കല്ലും മണ്ണടിക്കാടിക്കായി. നേരം പോയി എല്ലാരും പോയല്ലോ. പിന്നെ ഇനി നമ്മുടെ വളരെ പ്രസിദ്ധമായ ഞങ്ങളുടെ മറ്റേ അറിയാൻ പറ്റിയ ഒരു പാട്ട് ഒരു കലയുണ്ട്. അതും മറിയാമ്മച്ചേടത്തി ചന്തയ്ക്കു പോയെന്നാൽ അന്തയ്ക്കു മാത്രം മടങ്ങിയെത്തും. അങ്ങനെ മലയാളം ചെന്ന് ഞാൻ അന്നിക്ക് പോകും. അന്നിക്ക് മാത്രം മടങ്ങിയെത്തും. അപ്പം വീട്ടിലെ ഭർത്താവ് എന്ത് ചെയ്യുന്നറിയോ? പുള്ളി 4 മണിയോട് കൂടി എന്നും മലയാളിക്കാർക്ക് തരുന്നുണ്ട്. അങ്ങനെ പോയി പലതും വന്നു കഴിയുമ്പോൾ തന്നെ മറിയാമ്മച്ചേട്ടൻ ഞങ്ങൾ വഴക്കാണ്. എന്നും ഇടി വഴക്കാണ്. ഇടി കൊടുക്കാൻ സ്വന്തം കിടപ്പുണ്ട്. ഭയങ്കര ഇല്ലായിരിക്കും. ഒരു ദിവസം ഇങ്ങനെ മറിയാമ്മച്ചേട്ടത്തെ വന്നവിടെ ഇങ്ങനെ ഇരുന്നു. പതിവനുസരിച്ച് പോയിരിക്കുകയാണ്. 8-9 മണി രാത്രി ആയപ്പോൾ വന്നു. വന്നിട്ട് എന്തോ പന്തികേടായിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്നപ്പോലല്ല എന്തോ ഒരു വ്യത്യാസം ഇത് നോക്കിയപ്പോൾ ഞാൻ ചേട്ടയ്ക്ക് പോയി. ഓർച്ചാനും ചേട്ടയ്ക്ക് ഉറക്കാൻ വരാറില്ല. 10 മണിയായി. ഉടനെ അന്നത്തെ കാലത്ത് കെട്ടവന് ഭർത്താവിനെ പേര് വിളിക്കാറില്ല. പോലെ മനുഷ്യ എന്നൊക്കെ വിളിക്കൂടെ. നിങ്ങൾ എന്നാണെങ്കിൽ അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന മര്യാദ ഉറക്കം വരുന്നു. കിടക്കാൻ വരെ ഉടനെ മനുഷ്യ നിങ്ങൾ ഇടിക്കുന്നുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു. ഇടി പഠിച്ചാൽ ഉറക്കം ഓരോ പുള്ളിക്കാൻ ഇടിച്ചില്ല. അതൊന്നാണ് പഠിച്ചത്. അപ്പൊ ഇടിക്കുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്നത്.
ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധകാലല്ല. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധകാലത്താണ് അങ്ങനെ പോയത്. പാകിസ്ഥാനിലെ രാജ്യത്ത് ഹൈന്ദവ ചോര കൊതിയൻ ഭാരതം മണ്ണിനുദാഹിതവൻ പാകിസ്ഥാനിലെ രാജ്യത്ത് യുദ്ധകരുതവൻ ഹൈന്ദവ ചോര കൊതിയൻ ഭാരതം മണ്ണിനുദാഹിതവൻ അമേരിക്ക പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയിൽ എവിടെ ചാച്ചൻ പോയിരുന്ന സ്ഥലത്തിന്റെ പേരൊന്നും വരുന്നു? എവിടെ? പല്ലില്ലാത്ത പിന്നെന്താ ഇനി കുട്ടികളോട് കണക്കൊക്കെ ചോദിക്കും. ചാച്ചന്റെ ഈസ്റ്ററുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട കാര്യമായിരുന്നല്ലേ ഈസ്റ്റർ കുർബാന കച്ചമറ്റ കപ്പയാന് ഇത് മേടിച്ചു കൊടുത്തില്ലേ? കോഴിയെ മേടിച്ചു കൊടുക്കാം. ഇല്ല, ഒന്നും കുഴപ്പമില്ല. രാമചന്ദ്ര പഴയ വികാരിയസാണ്. അവിടെ വികാരിയസൊക്കെ ഉണ്ട്. വികാരിയസ് നമ്മുടെ ഇപ്പം അന്ന് സുറിയാനി പാട്ട് പറയാനാണ് ചെല്ലുന്നത്. ഉടനെ അട്ടൻ പറഞ്ഞു, വാലിക്കാനുണ്ട്, പുള്ളിക്കാനുണ്ട്. അവർ പറഞ്ഞു, എടാ നാളെ എനിക്ക് വിരുന്നുകാരുണ്ട് പഴയ കുർബാന കഴിയുമ്പോൾ. ഉടനെ ഇവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഒരു കോഴിയെ കൊന്ന് നീ കറി വെച്ചേക്കണം. 9 മണിയാകുമ്പോഴത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ വരും. എനിക്ക് നടന്നു സ്വന്തക്കാരനോട് വരും. അവർക്ക് കാശി കൊടുക്കില്ല, ഇറച്ചി വന്നല്ലോ. പുള്ളിയുടെ പേര് കുര്യാഘോഷമാണ്. അപ്പം കുര്യാഘോഷത്തിൽ കിടന്ന് ഉറങ്ങില്ല. അച്ഛൻ നടന്നു. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 6 മണിക്ക് ഉത്സാഹിക്കുന്ന കയറി ഉത്സാഹിപ്പിക്കാനായിരുന്നു. 7 മണിക്ക് കുർബാന ചെയ്യും. അപ്പം സുറിയാനി കുർബാന പാട്ട് കുർബാനയാണ്. അപ്പം കുര്യാക്കപ്പേരും കാലത്ത് ഓരോ കാണിച്ചിട്ട് അച്ഛനോട് ചോദിക്കാൻ മറന്നു എങ്ങനെയാ കറി വെക്കണമെന്നുള്ളത്. ഉടനെ കുർബാന ചെയ്യുകയും ചെന്ന് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് അച്ഛൻ കുർബാന ചെയ്യുന്നതിനോട് വാങ്ങിയ വാദമുണ്ട്. മമ്പായുടെ വാദത്തിൽ പോയി കുര്യാക്കപ്പേരും പോയി നിൽക്കുക. പ്രധാനമന്ത്രി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, അത് അച്ഛൻ നോക്കിയപ്പോൾ കുര്യാക്കപ്പേരനെ കാണുള്ളൂ. അപ്പൊ അച്ഛന് മനസ്സിലായി ഞാനെന്താ പറഞ്ഞാണല്ലോ നിൽക്കുന്നത്. ഉടനെ സുറിയാനി പാട്ട് കുർബാനയാണ്. ഉടനെ അച്ഛനും മനസ്സിലായി, കുര്യാക്കപ്പേരനും മനസ്സിലായി അച്ഛൻ പാട്ട് കുർബാന എന്നൊക്കെ പാടി. കുര്യാക്കോസേ കരിമാപ്പാസ് തൊടരണ്ടും അത് കുര്യാക്കപ്പേരന് മനസ്സിലായി. ഒന്നാണ് പാടി. അപ്പൊ ഇന്ന് മനസ്സിലായില്ല എന്നുള്ളത്. കുര്യാക്കോസേ കരിമാപ്പാസ് തൊടരണ്ടും ആമേൻ. പിന്നെ പറക്കാനോ അങ്ങനെയാണ് വിജയകരോ റെഡിയാക്കി